പുരത്ത് ആ കുഞ്ഞിനുണ്ടായ സംഭവം ഉണ്ടല്ലോ, ആ കുഞ്ഞിന്റെ ചിത്രം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു പുകച്ചില് പോലെ നിൽക്കുകയാണ്. നിഷ്കളങ്കമായ ഒരു മുഖം, രണ്ട് കൈയും ഫ്ലാഷ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിത്രം ഉണ്ടല്ലോ, വളരെ വേദനയോടെയാണ് നമ്മളത് കാണുന്നത്. എങ്ങനെ തോന്നി ഇവനൊക്കെ? ഒരു കുഞ്ഞിനൊരു അടി കൊടുക്കുമ്പോൾ, ഒരു കുഞ്ഞ് കരയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ അത് കരയുമ്പോൾ അതുപോലും സഹിക്കാൻ പറ്റാത്തവരാണ് കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു വേദന തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഈ കുഞ്ഞിനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു, പൊള്ളിച്ചു, അതിനെ എത്രത്തോളം മുറിവുകൾ ഉണ്ടാക്കി. അപ്പോൾ ആ കുഞ്ഞിന്റെ നിലവിളി, ആ നിലവിളിക്ക് പോലും ഈ ഒരു വല്ലാത്ത ലഹരി പോലെ ആസ്വദിച്ച ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻകൗണ്ടർ ചെയ്ത് കൊല്ലണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഇവനെയൊക്കെ ഇങ്ങനെ ചെയ്തു കളയണം. അപ്പൊ ഇനി ഒരുത്തനും ഇത് ചെയ്യത്തില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ശരിക്കും ഇവിടുത്തെ നിയമങ്ങളുണ്ടല്ലോ, നിയമ സംവിധാനങ്ങളിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്തണം. ജയിൽവാസം എന്ന് പറയുമ്പോൾ സുഖവാസം എന്നാണ് ഇപ്പൊ പറയുന്നത്. അത് മാറ്റണം, പഴയ പോലെ വരണം. അതായത് ജയിലിലേക്ക് പോകുമ്പോൾ അവൻ പേടിക്കണം, ഇനി ഒരിക്കലും ജയിലിലേക്ക് വരില്ല എന്നുള്ളത് അവൻ അവിടുത്തെ ശിക്ഷ കണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കണം. ഇതങ്ങനെയല്ല. ഇപ്പം പല കുറ്റകൃത്യങ്ങളും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന എന്താണ്? ജയിലിൽ നല്ല ഭക്ഷണം, ശമ്പളം, ജയിലിൽ എല്ലാ സംവിധാനങ്ങളും പ്രതികൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇവരാരും എന്താ പറയുക, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പാടാകുമെന്ന് കിടക്കുന്നവരൊന്നുമല്ലല്ലോ, ഗസ്റ്റ് ഒന്നുമല്ലല്ലോ. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കിടക്കുന്ന കുറ്റവാളികളാണ്. അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം അതിനകത്ത്. ഇനി ഒരിക്കലും ജയിലിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശിക്ഷാ നടപടികൾ അതിനകത്തുണ്ടാകണം. എന്നാൽ മാത്രമേ കുറ്റകൃത്യങ്ങളിൽ വലിയൊരു കുറവ് സംഭവിക്കൂ. ഏതായാലും ഇത് അതിദാരുണമായൊരു സംഭവം തന്നെയാണ് ഇത് ഉണ്ടായത്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഈ സ്ത്രീയൊക്കെ, ഇവിടെയൊക്കെ പറയേണ്ട പേരുകൾ വേറെയാണ്. അത് നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇവനെയൊക്കെ കൊന്നു കളയണം, അതാണ് ചെയ്യേണ്ടത്. ഇവനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവളെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റരുത്, അതിനകത്ത് ഇട്ട് നരകിപ്പിക്കണം. ജീവൻ, അതായത് ഇനിയുള്ള കാലം മുഴുവൻ പുറത്തിറങ്ങാൻ പറ്റാതെ അതിനകത്ത് നരക ജീവിതം നയിക്കണം. അതാണ് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ. മാത്രവുമല്ല, ഇത് കേരളത്തിലെ വളരെ വേഗം വിചാരണകളെല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും സ്പീഡില്, ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവർക്ക് ശിക്ഷ കിട്ടുന്ന ഒരു കേസായിട്ട് ഇത് മാറ്റണം. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നീതിപീഠം ചെയ്യേണ്ടത്. പരമാവധി ശിക്ഷ ഇവർക്ക് കിട്ടണം. ഇവൾക്കും ഇവനും ഇനി ഒരിക്കലും പുറം ലോകം കാണരുത്. അകത്തെ ദുരിതമായ ജീവിതം നയിക്കണം. അകത്ത് ചിക്കനും മട്ടനും കഴിച്ച് ശരീരവും വണ്ണിച്ച് നടക്കാനല്ല പറഞ്ഞത്. അകത്ത് കടുത്ത നടപടികൾക്ക് വിധേയരാകണം. എന്നാൽ മാത്രമേ ഇവർക്കൊക്കെ കിട്ടേണ്ട ആ ഒരു ശിക്ഷ, അതായത് പെട്ടെന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അതല്ല, നരകിച്ച് മരിക്കണം, അതാണ് കിട്ടേണ്ടത്.